നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസ് സമ്മാനിച്ചാണ് ആര്യ ബെഡായി എന്നറിയപ്പെടുന്ന ആര്യ ബാബുവും സിബിൻ ബെഞ്ചമിനും തമ്മിലുള്ള വിവാഹ നിശ്ചയ വാർത്ത പുറത്തുവന്നത്. ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ജീവിതത്തിൽ ഒരുമിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ ആര്യ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞത്. ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. ഡിജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത്. വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത്. ഫംഗ്ഷന്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിച്ചത് നടിയുടെ 12 വയസ്സുകാരി മകളെ കുറിച്ചായിരുന്നു. അമ്മ വീണ്ടും വിവാഹിതയാകുന്നതിന് മകളുടെ സമ്മതം ഉണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളുള്ള ആര്യ വീണ്ടും വിവാഹിതയാകുന്നതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താനും സിബിനും ഒന്നാകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മകളാണെന്നായിരുന്നു ആര്യയുടെ മറുപടി. മകൾക്ക് സമ്മതം അല്ലായിരുന്നുവെങ്കിൽ താനും സിബിനും വിവാഹം എന്ന പ്ലാൻ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലായിരുന്നുവെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട്. ആര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ഖുഷി എന്ന് വിളിപ്പേരുള്ള റോയ. സിബിനെ മകൾ അച്ഛനായി കണ്ട് സ്നേഹിച്ചു തുടങ്ങിയെന്നും ആര്യ പറഞ്ഞിരുന്നു. അതോടെ യഥാർത്ഥ അച്ഛനിൽ നിന്നും മകളെ അകറ്റിയോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഐ ആം വിത്ത് ധന്യവർമ്മ എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കുകയാണ് ആര്യ. എന്റേത് സിംഗിൾ പാരന്റിംഗ് അല്ല, കോ പാരന്റിംഗ് ആണ്. അതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ ഏറെയും ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. മോളുടെ സംരക്ഷണം എനിക്കാണിപ്പോൾ. എത്രത്തോളം നമ്മൾ മക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എല്ലാം. മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോട് ഞാൻ പറയുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട്. കുഞ്ഞിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയെ പോലെ തന്നെ ലൈഫിൽ പ്രധാനപ്പെട്ടയാളാണ് അച്ഛനുമെന്ന് കുഞ്ഞു മനസ്സിലാക്കണമല്ലോ. ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കണം, അല്ലാതെ മറ്റെന്ത് കൊടുത്താലും ഒരു സമയം കഴിയുമ്പോൾ തിരിച്ചടിക്കും. എന്റേത് ടോക്സിക് ഡിവോഴ്സ് ആയിരുന്നില്ല. ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് സമാധാനത്തിൽ സംസാരിച്ചു പിരിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇക്കാര്യങ്ങളെല്ലാം അറിയാം. അവളെല്ലാം കണ്ടിട്ടുണ്ട്. അവളിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവളുടെ അച്ഛനുമായോ അച്ഛന്റെ കുടുംബവുമായോ സ്നേഹം പുലർത്തുന്നതിൽ നിന്നോ അവരുമായി ഇടപഴകുന്നതിൽ നിന്നോ മകളെ ഞാൻ ഒരിക്കലും തടഞ്ഞിട്ടില്ല. അവർക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അവർക്കൊപ്പം അവൾ താമസിക്കാറുമുണ്ട്. മോൾ എന്റെ നല്ല സുഹൃത്തു കൂടിയാണ്. എന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അടക്കം എല്ലാം കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. എല്ലാം കണ്ടും മനസ്സിലാക്കിയും തന്നെയാണ് അവൾ വളർന്നത്. തളർന്നു പോകുന്നുവെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മോളെ പിടിച്ചിരുത്തിയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. മറുപടി പറയാൻ അറിയില്ലെങ്കിലും ജഡ്ജ് ചെയ്യാതെ അവൾ എല്ലാം കേൾക്കും എന്നും ആര്യ പറയുന്നു. തന്റെ അച്ഛനിൽ താൻ കണ്ടിട്ടുള്ള ചില ഗുണങ്ങൾ സിബിനിലുമുണ്ടെന്നും ആര്യ പറയുന്നുണ്ട്. അച്ഛൻ എന്റെ ഐഡലായിരുന്നു. അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്ന മോതിരം ഇതുവരെയും ഞാൻ എന്റെ വിരലിൽ നിന്നും ഊരി വെച്ചിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനും അച്ഛനാണ്. ഇപ്പോഴും ആ പ്രസൻസ് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അച്ഛൻ വളരെ നല്ല വ്യക്തിത്വമുള്ള ആളായിരുന്നു. അച്ഛനെ അറിയാവുന്നവരെല്ലാം അദ്ദേഹത്തെ വളരെ അധികം സ്നേഹിച്ചിരുന്നു. അത്രയും സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഭയങ്കര ഫാൻസ് ആണല്ലോ എന്നും ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നിസ്വാർത്ഥമായി പെരുമാറുന്ന വ്യക്തി എന്റെ അച്ഛനാണ്. അച്ഛനെ പോലെ തന്നെ നിസ്വാർത്ഥമായി പെരുമാറുന്നയാളാണ് സിബിൻ. അച്ഛനു ശേഷം ആ സ്വഭാവം കണ്ടിട്ടുള്ളത് സിബിനിലാണ്. സിബിൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് അച്ഛനും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുന്നത് എന്റെ അച്ഛൻ ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നാറുണ്ട്. മുൻപ് പലതും എന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയത് അച്ഛൻ അതിൽ തൃപ്തിയില്ലാതിരുന്നത് കൊണ്ടാണെന്നും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നും ആര്യ പറയുന്നു. വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം തന്റെ മകളോടാണ് സിബിൻ ആദ്യം പറഞ്ഞതെന്നും അവൾക്ക് സമ്മതമാണെന്ന് അറിഞ്ഞതോടെയാണ് വിവാഹ നിശ്ചയം നടത്തിയത് എന്നും ആര്യ പറഞ്ഞു. തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ വ്യക്തിയാണ് സിബിൻ എന്നും ആര്യ പറയുന്നുണ്ട്. സിബിനാണ് ഇപ്പോൾ എന്റെ വീട്, കംഫർട്ട് സോൺ അവനിൽ എനിക്ക് കിട്ടി. വേറൊരിടത്തു നിന്നും എനിക്ക് അത്തരമൊരു കംഫർട്ട് സോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സിബിനിലേക്ക് എന്നെ അടുപ്പിച്ച കാര്യം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിക്കും മുൻപ് വരെ എല്ലാ ദിവസവും വിളിക്കും, വിശേഷങ്ങൾ ചോദിക്കും, പറയും. എന്തിന് ഗോസിപ്സ് വരെ അവനുമായി എനിക്ക് സംസാരിക്കാം. എന്തും ഷെയർ ചെയ്യാൻ പറ്റും. വിവാഹം കഴിച്ചിട്ട് എന്ന ഒരു ദിവസം സിബിൻ എന്നോട് മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിക്കും മുൻപ് അവനൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അത് കേട്ട് കഴിഞ്ഞ് താല്പര്യമില്ലെന്നാണ് മറുപടിയെങ്കിൽ നമ്മുടെ സൗഹൃദം ഇല്ലാതാവരുത്. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഇതിപ്പോൾ ചോദിക്കാതിരുന്നാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എനിക്കാണോ എന്നും സംശയമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നും പറഞ്ഞാണ് അവൻ പ്രൊപ്പോസ് ചെയ്തത്. നമുക്ക് വിവാഹം കഴിച്ചാലോ? നിന്നെയും കൊച്ചിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നീ എനിക്ക് ഓക്കെയാണ്, കംഫർട്ടബിൾ ആണെന്നാണ് സിബിൻ പറഞ്ഞത്.
പറഞ്ഞത്. അത് കേട്ടതും ഞാൻ പിന്നെ ഒരു നിമിഷം ചിന്തിക്കാതെ ഓക്കെ പറഞ്ഞു. കല്യാണം ഞാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെയാണ്. എനിക്കൊരു കമ്പാനിയനും പ്രോപ്പർ ഫാമിലിയും എല്ലാം വേണം. എന്റെ കുഞ്ഞിന് നല്ല അച്ഛനെയും വേണമായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഒരു കാര്യം നടക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു. കല്യാണ തീയതി ഉറപ്പിച്ചിട്ടില്ല, ചിങ്ങത്തിലുണ്ടാകും. ഈ വർഷം എന്തായാലും ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു. വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞ ഉടൻ സിബിൻ സംസാരിച്ചത് എന്റെ മോൾ ഖുഷിയെ കുറിച്ചായിരുന്നു. നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തു, പക്ഷേ ഖുഷിയോടും കൂടി ചോദിക്കണം. അവൾക്ക് ഓക്കെ അല്ലെന്ന് പറയുകയാണെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാമെന്നും സിബിൻ പറഞ്ഞിരുന്നു. ഞാനല്ല, സിബിൻ തന്നെയാണ് ഇക്കാര്യം ഖുഷിയോട് സംസാരിച്ചത്. എന്നെ സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല. അവൾ എന്താണ് സംസാരിച്ചത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. സിബിനോട് സംസാരിച്ചപ്പോഴും മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഖുഷി വളരെ ഹാപ്പി ആയിരുന്നു. തംസ് അപ്പ് കാണിക്കുകയാണ് ചെയ്തത്. എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് ഡാഡി ബേബിയുടെ ലിറ്റിൽ സീക്രട്ട് ആണെന്ന് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞത്. സിബിനുമായി ഖുഷി നല്ല കൂട്ടാണ്. വളരെ തുറന്ന് സംസാരിക്കുന്നയാളാണ് സിബിൻ. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് ഖുഷിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഊഹിക്കാം. ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നയാളാണ് എന്റെ മകൾ. സിബിൻ എന്നെ പബ്ലിക്കലി പ്രൊപ്പോസ് ചെയ്ത ദിവസം ഞാൻ യെസ് പറയും മുൻപ് ഖുഷിയാണ് ആദ്യം വളരെ സൗണ്ടിൽ യെസ് വിളിച്ചു പറഞ്ഞത്. ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ സിബിന് കൂട്ടുനിന്നതും ഖുഷി തന്നെയാണെന്നും ആര്യ പറഞ്ഞു. 20കളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം. വൈകാതെ മകളും പിറന്നു. പിന്നീട് വിവാഹമോചിതയായി. അതിനുശേഷം രാപ്പകലില്ലാതെ കുടുംബത്തിനും മകൾക്കും വേണ്ടിയായിരുന്നു ആര്യയുടെ ജീവിതം. വിവാഹമോചനത്തിന് ശേഷം ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് ആര്യ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ താരം ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും ആ പ്രണയം തകർന്നിരുന്നു. ആ ബന്ധത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ആര്യ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. നടിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആരാധകർക്കുണ്ടായിരുന്ന സംശയവുമായിരുന്നു ആര്യയ്ക്കും സിബിനും കുടുംബത്തിന്റെ പിന്തുണ ഇല്ലേ എന്നത്. എന്നാൽ രണ്ട് കുടുംബങ്ങളുടെയും പിന്തുണ വിവാഹത്തിനുണ്ടെന്നതാണ് ആര്യ പങ്കിടുന്ന പുതിയ ഫോട്ടോകളിൽ നിന്നും മനസ്സിലാകുന്നത്. മാത്രമല്ല ആര്യയ്ക്കും സിബിനും ആശംസകൾ നേർന്ന് മനോഹരമായ ഒരു കുറിപ്പ് സഹോദരി അഞ്ജന പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്റെ ചേച്ചിയും മകളും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ എന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്നുവെന്നാണ് അഞ്ജന കുറിച്ചത്. ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ. പക്ഷേ എനിക്കിത് പ്രത്യേകമായതിനാൽ അല്ലെങ്കിൽ ഒരു പ്രധാന ഓർമ്മ ആയതുകൊണ്ട് ഞാൻ ഈ സമയമെടുത്തു. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ അതൊടുവിൽ നിങ്ങൾക്ക് സംഭവിക്കും. അതുപോലെ ഞാൻ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണിത്, അവളുടെ വിവാഹ ദിനം. ഒടുവിൽ അത് സംഭവിച്ചു. ഇതൊരു വിവാഹ നിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേക ദിവസമായിരിക്കും. ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി ശരിക്കും കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു, അച്ഛൻ. ഇപ്പോൾ അച്ഛൻ സമാധാനിക്കുന്നുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേച്ചി, എനിക്ക് നീ നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ്. നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷം തോന്നുന്നുണ്ട്. ഒടുവിൽ നീയും ഖുഷിയും ഇനി ഒറ്റയ്ക്കല എന്നറിയുമ്പോൾ, ഡാഡ പറയാറുള്ളത് പോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിലാവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം അറിയുക, എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിനക്ക് ശക്തിയായി പിന്നിലുണ്ടാകുമെന്നാണ് അഞ്ജന കുറിച്ചത്.